നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ ഇന്നും അവസാനിക്കുന്നില്ല. അദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ എത്രത്തോളം ആഴത്തിലാണ് സ്വാധീനം ചുമത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ നേരിട്ട് കണ്ടതാണ്. 3 ദിവസത്തോളം അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി രാവും പകലും എന്നില്ലാതെ, അല്ലെങ്കിൽ മഴയും വെയിലും ഒന്നും വകവയ്ക്കാതെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും കയ്യിലേന്തി പ്രായമായവർ വരെ ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനത്തെ ഒരു നോക്ക് കാണുവാൻ, അല്ലെങ്കിൽ ആ വാഹനത്തിൽ ഒന്ന് തൊടാൻ വേണ്ടി കാത്തുനിന്നവർ ധാരാളമാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിന്റെ പുതുപ്പള്ളിയിലുള്ള വീട്ടിലേക്ക് എത്തുന്നത് വരെ വഴി നിറയെ ആളുകളാണ്. അദ്ദേഹത്തിന് മേൽ കുറച്ച് പൂക്കൾ എറിയുവാൻ വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി അവിടെ എത്തിയവരായിരുന്നു അവർ. എല്ലാവർക്കും പറയാനുള്ളത് ഓരോ കഥകളാണ്. ഏതായാലും ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ, അല്ലെങ്കിൽ അദ്ദേഹം ജനങ്ങളിൽ ഉയർത്തിയിട്ടുള്ള സ്വാധീനം എത്രത്തോളം ഉണ്ടെന്നുള്ളത് കണ്ടുപഠിക്കണം. ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ കണ്ടുപഠിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഏറ്റവും കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്നടക്കം ഉയരുന്നത്. ഏതായാലും ഇപ്പോൾ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച് ആദരം അർപ്പിച്ചിരിക്കുകയാണ് EK നായനാരുടെ മകൻ കൃഷ്ണകുമാർ. ശനിയാഴ്ച രാവിലെയോടെയായിരുന്നു കൃഷ്ണകുമാർ പുതുപ്പള്ളി സെന്റ് ജോർജ് വലിയ പള്ളിയിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചത്. ഏതായാലും ഉമ്മൻചാണ്ടി ബാക്കി വെച്ച് പോയത് പൂർത്തിയാക്കുക എന്നത് വരുന്ന തലമുറകൾക്കുള്ള വലിയ ഉത്തരവാദിത്തമാണെന്ന് കൃഷ്ണകുമാർ പ്രതികരിച്ചു. ഇനിയുള്ള രാഷ്ട്രീയക്കാർ ഉമ്മൻചാണ്ടി ആവാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പകരം വെക്കാനില്ലാത്ത വ്യക്തിത്വമാണ് ഉമ്മൻചാണ്ടി സാർ. കുറെ നേരം ഉമ്മൻചാണ്ടി സാറിന്റെ അടുത്തിരുന്ന് എന്റെയും അമ്മയുടെയും കുടുംബത്തിന്റെയും ആദരാഞ്ജലി അർപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഉമ്മൻചാണ്ടി സാർ ആരായിരുന്നുവെന്നത് കഴിഞ്ഞ 3-4 ദിവസമായി കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നതിന്റെ വ്യക്തമായ സന്ദേശമാണ് ഉമ്മൻചാണ്ടി സാർ കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സാർ ബാക്കി വെച്ചു പോയത് പൂർത്തീകരിക്കുക എന്നത് ഇനി വരുന്ന തലമുറകൾക്ക് വലിയൊരു ഉത്തരവാദിത്തമാണ്. അച്ഛനും അദ്ദേഹവും ഒരുപാട് കാലം നിയമസഭയിൽ ഒന്നിച്ചുണ്ടായിരുന്നു. അതൊക്കെ വലിയ ഓർമ്മകളാണ്, കൃഷ്ണകുമാർ പറഞ്ഞു. പല പ്രാവശ്യം ഉമ്മൻചാണ്ടി സാറിനെ കണ്ടിട്ടുണ്ട്, സംസാരിക്കാനുള്ള സമയം കണ്ടെത്തിയിട്ടുണ്ട്. അത് എന്നോട് മാത്രമല്ല, അദ്ദേഹത്തെ കാണാൻ വരുന്ന ഏറ്റവും അവസാനത്തെ വ്യക്തിയെ പോലും കണ്ട് അവരുടെ കണ്ണീരൊപ്പിയിട്ടോ, അല്ലെങ്കിൽ അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടോ പരിഹരിച്ചിട്ടോ പോകുന്ന ഒരു വ്യക്തിയാണ്. സ്നേഹം, സഹാനുഭൂതി, കാരുണ്യം ഇവ ഏറ്റവും കൂടുതലുള്ള ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി എന്നും കൃഷ്ണകുമാർ ഓർമ്മിപ്പിച്ചു. 19 വർഷം മുൻപ് അച്ഛൻ മരിച്ചപ്പോഴും ഇതുപോലൊരു വിലാപയാത്ര കേരളം കണ്ടു. ഇതൊക്കെ ജനം നൽകുന്ന ഒരു ബഹുമതിയാണ്. അതൊന്നും ആരും നിർബന്ധിച്ചിട്ടോ പറഞ്ഞിട്ടോ ചെയ്യുന്നതല്ല. അവരൊരു കടല് പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകി വരുന്നതാണ്. എത്ര പേർക്ക് കിട്ടുന്നു, കൊടുക്കുന്നു എന്നത് ജനത്തിന്റെ മനസ്സിലുള്ള കാര്യമാണ്. ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്കതിനെ കൊണ്ടുവരാൻ പറ്റില്ല. ഇനിയുള്ള രാഷ്ട്രീയക്കാർ ഉമ്മൻചാണ്ടി സാർ ആവാൻ ശ്രമിക്കുക, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഇവിടെ ചർച്ചയാവുന്നത്. ഇതിപ്പോൾ ഇദ്ദേഹം മാത്രമല്ല, ഒരുപാട് ആളുകളാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു മാതൃക. ഒരിക്കലും നമുക്കതിനെ അനുകരിക്കാൻ എത്രത്തോളം ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കളെ കൊണ്ട് സാധിക്കുമെന്നറിയില്ല. ഒന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് 1-2 പാഠങ്ങൾ ഉൾക്കൊണ്ടെങ്കിലും ഇനിയെങ്കിലും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ ഒരു ജനപ്രതിനിധിക്ക് സാധിക്കട്ടെ എന്നാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കും പറയാൻ തോന്നുന്നത്.